ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് CAT6 ടു ഒപ്റ്റിക്കൽ ഫൈബർ മീഡിയ കൺവെർട്ടറാണ്. അതായത് നമുക്ക് CAT6 നെറ്റ്വർക്ക് കേബിൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ CAT6 നെറ്റ്വർക്ക് കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വരാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആയിരിക്കും. ഇത് കണ്ടോ? അപ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന വീഡിയോ അല്ലെങ്കിൽ ഡാറ്റയുടെ മാക്സിമം ദൂരം എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെയാണ്. നമ്മൾ CCTV ക്യാമറകൾ പല പല ലൊക്കേഷനിലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉപകരണമാണ് ഇത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, റോഡിലൊക്കെ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ വളരെ ദൂരത്തിലേക്ക് തന്നെ അവർ കേബിൾ വലിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അത് പൊതുവെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളായിരിക്കും. അതായത് നമുക്ക് സാധാരണ കോപ്പർ കേബിളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് CAT6 ആണെങ്കിലും കോയാക്സൽ കേബിൾ ആണെങ്കിലും അതിൻ്റെ മാക്സിമം ലെങ്ത് ഒക്കെ വരുന്നത് ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 120 മീറ്റർ ഒക്കെ ആയിരിക്കും. അതിൽ കൂടുതലൊക്കെ കേബിൾ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും വീഡിയോ ലോസ് ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കേബിൾസാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ നിന്ന് CAT6ലേക്ക് നമുക്ക് വീഡിയോ കൺവേർട്ട് ചെയ്യേണ്ടി വരും, അതായത് മീഡിയ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഏത് മീഡിയ കൺവെർട്ടർ ആണെങ്കിലും അതൊരു പെയർ ആയിട്ടാണ് വരിക. അപ്പോൾ ഈ ഒരു മീഡിയ കൺവെർട്ടറിൻ്റെ പെയറാണ് ഇത്. അപ്പോൾ ഇതിൽ സൈഡ് എയും സൈഡ് ബി എന്നാണ് നമ്മൾ പറയുക. ഇത് കണ്ടോ? ഇതിപ്പോൾ സൈഡ് എ ആണ്, ഇത് സൈഡ് ബി ആണ്. അപ്പോൾ നമുക്കൊരു നെറ്റ്വർക്ക് സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് സ്വിച്ചിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കണക്ട് ചെയ്യാം. അതിപ്പോൾ നമ്മൾ ക്യാമറയൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലിങ്ക് കേബിൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കണക്ട് ചെയ്യാം. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഈ ഒരു TX എഴുതിയേക്കണ ഈ ഒരു സ്ഥലമല്ലേ, ഇവിടെ നിന്ന് ഫൈബർ-ഒപ്റ്റിക് കേബിൾ വഴി നേരെ ഒരു 2 കിലോമീറ്റർ ദൂരത്തേക്ക് നമ്മൾ വലിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ ആ ഒരു കേബിളിൻ്റെ എൻഡ് നമ്മൾ ഈ സൈഡിൽ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് നമ്മൾ വീണ്ടും ഈ CAT6 എടുക്കും. എന്നിട്ട് നമ്മളൊരു സ്വിച്ചിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ NVRലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന LSSH പാച്ച് കോഡാണ്. ഈ ഒരു പാച്ച് കോഡിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ നെറ്റ്വർക്കൊക്കെ ഫൈബറിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പാച്ച് പാനലിൽ നിന്ന്, അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പാച്ച് പാനലിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിളാണിത്. ഞാനിപ്പോൾ ഈ ഒരു കണക്ടർ കാണിക്കാൻ വേണ്ടി നിങ്ങളിത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു കണക്ടർ എന്ന് പറഞ്ഞാൽ SSC കണക്ടറാണ്. ഇത് നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഇതേപോലെ ഈ പറയുന്ന മീഡിയ കൺവേർട്ടറിലോട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലെങ്ത് ഇപ്പോൾ ഒരു 300 മീറ്റർ കേബിൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് സ്പ്ലൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതുപോലെയുള്ള SSC കണക്ടർ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് 300 മീറ്റർ ദൂരം നിൽക്കുന്ന ആ ഒരു നെറ്റ്വർക്കിനെ നിങ്ങൾക്ക് നിയർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ഇതേപോലെയുള്ള ഒരു 1300 1400 രൂപയാണ് ഈ ഒരു മീഡിയ കൺവേർട്ടറിന് വരുന്നത്. ഇതിപ്പോൾ 100 Mbps സ്പീഡ് വരുന്നതാണ്. നമുക്ക് 1000 Mbps സ്പീഡ് വരുന്ന മീഡിയ കൺവേർട്ടറും ഉണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മീഡിയ കൺവേർട്ടർ എന്താണെങ്കിലും പവർ ആവശ്യമാണ്. പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 വോൾട്ട് 1 ആംപിയറിൻ്റെ അഡാപ്റ്റർ ഈ മീഡിയ കൺവേർട്ടറിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പിന്ന് നമ്മുടെ സാധാരണ DC പിന്നാണ്. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 5 വോൾട്ട് 1 ആംപിയർ പവർ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡിവൈസ് പവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അതർ സൈഡ് ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിലിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതായത് പവർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പവർ എന്നുള്ള ആ ഒരു ലൈറ്റ് കണ്ടോ, അത് തെളിയും. അതിനുശേഷം ഞാൻ ഈ ഒരു കേബിൾ എടുത്തിട്ട് ഞാൻ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ കണക്ടർ ഞാൻ കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ FX എന്ന് എഴുതിയേക്കുന്ന സ്ഥലം ലിങ്ക് അപ്പ് ആയിക്കണ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഒരു 2 ഡിവൈസുകൾ തമ്മിൽ ഫൈബർ വഴി കണക്റ്റ് ആയിരിക്കുകയാണ് കണ്ടോ. ഇനി നമ്മൾ ഈ എതർനെറ്റ് പോർട്ടിൽ നിന്ന് ഒരു കേബിൾ എടുത്തിട്ട് നമ്മുടെ നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അതർ സൈഡും നമ്മളൊരു നെറ്റ്വർക്ക് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു നെറ്റ്വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൈറ്റുകളെല്ലാം തെളിയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം, ഒരു ട്രബിൾ ഷൂട്ടിങ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഈ ഒരു ലൈറ്റ് തെളിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. ഇത് കണ്ടോ, ഈ FX എന്നുള്ള ലൈറ്റ് തെളിഞ്ഞിട്ടില്ല, അതിൻ്റെ അർത്ഥം നമ്മുടെ ഫൈബർ ഡൗൺ ആണെന്ന് കണ്ടോ. ഫൈബർ അപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് തെളിയും. അപ്പോൾ നമ്മൾ എപ്പോഴാണെങ്കിലും ഈ ഒരു ഫൈബറിൻ്റെ SSC കണക്ടർ നമ്മൾ എവിടെന്നെങ്കിലും ഊരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആ ക്യാപ്പ് ഇട്ട്, അതിൻ്റെ എൻഡ് ക്യാപ്പ് ഇട്ട് നമ്മൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഡാമേജ് ആയിപ്പോവും. പിന്നെ ഈ ഒരു കേബിൾ നമുക്ക് യൂസ് ഇല്ലാതെ ആയിപ്പോവും. പിന്നെ ഇത് നിങ്ങൾക്കറിയാം, ഇതൊരു ഗ്ലാസ് റോഡാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണത്. അപ്പോൾ നമുക്കത് ഒരു പരിധി വിട്ട് നമുക്ക് ബെൻഡ് ചെയ്യാൻ പാടില്ല കേട്ടോ.
അതുപോലെ തന്നെ മീഡിയ കൺവേർട്ടർ ആണെങ്കിലും നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മീഡിയ കൺവേർട്ടറിൻ്റെ എൻഡ് ക്യാപ്പ് ഇട്ടിട്ട് നമ്മളത് അടച്ചു വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്തെങ്കിലും പൊടിയൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡാമേജ് ആയിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ പുതിയ മോഡൽ സ്വിച്ചുകളൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ സ്വിച്ചുകളിലെല്ലാം തന്നെ അപ്ലിങ്ക് പോർട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അവിടെയൊക്കെ നമുക്ക് കൊടുത്തേക്കണത് അപ്ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തേക്കണത് ഇതുപോലെയുള്ള SFP പോർട്ടുകളായിരിക്കും. SFP പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ സ്മോൾ ഫോം ഫാക്ടർ പ്ലഗബിൾ എന്നാണ്. അപ്പോൾ അതൊരു എക്സ്ട്രാ ഡിവൈസാണ്. നമുക്ക് ആ ഒരു മൊഡ്യൂൾ മേടിച്ചിട്ട് ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് CAT6 എടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈബർ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്ന ടൈപ്പ് ഡിവൈസുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടൈപ്പ് ഡിവൈസുകൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കൂടുതലാണ്, അതിനനുസരിച്ച് തന്നെ അതിൻ്റെ പെർഫോമൻസും കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള മീഡിയ കൺവെർട്ടേഴ്സിനെ അപേക്ഷിച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും നല്ല ദിവസം.